Download now. CC Learning app. Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ മാത്സ് റിലേറ്റഡ് ഉള്ള 2 ടോപ്പിക് ഉണ്ട് അല്ലെ. ഒന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങും, ഒന്ന് ഡേറ്റ ഇന്റർപ്രിട്ടേഷനും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. എന്താ, നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് DIയുടെ ഒരു PYQ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജൂണിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പഠനങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അതിനു വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് നമ്മുടെ DIയിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ DIയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ടേബിള് ഡേറ്റാസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അതിനെപ്പറ്റി ആദ്യം ഈ ടേബിളിൽ എന്താണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ആദ്യം പറയുന്നത്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ ടേബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അതായത് നമുക്ക് അതിനുശേഷം ഈ ടേബിളിനെ ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ ഒരു ടേബിളിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഡേറ്റാസ് ഇതിനകത്ത് തരുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റ നമുക്ക് ആ 5 ക്വസ്റ്റ്യനിലും ആവശ്യമാണ്. അപ്പൊ നമ്മളത് എടുത്തൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തു പോകാനായിട്ട്. ഓക്കെ, സോ the following table shows the number of laptops sold by 5 different store A to E during 5 different months from January till May in the year 2025. 2025 എന്നുള്ള ഇയറിൽ ജാനുവരി തൊട്ട് മെയ് വരെയുള്ള മാസങ്ങളിൽ ഡിഫറെന്റ് സ്റ്റോർസ് A തൊട്ട് E എന്ന് പറഞ്ഞ ഡിഫറെന്റ് സ്റ്റോറിൽ എത്ര ലാപ്ടോപ്പ് വീതം സെല്ലായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡേറ്റയാണിത്. അതായത് ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞ സ്റ്റോറിൽ ജാനുവരിയിൽ 430 ലാപ്ടോപ്സ് വിറ്റിട്ടുണ്ട്. അല്ലെ, ഫെബ്രുവരിയിൽ 376 ലാപ്ടോപ്പ് വിറ്റിട്ടുണ്ട് അല്ലെ. C എന്ന് പറഞ്ഞ സ്റ്റോർ എടുക്കുവാണെങ്കിൽ മാർച്ച് നോക്കിയാൽ അതിൽ 470 ആണ് വിറ്റിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റയാണ് തന്നേക്കുന്നത്. അപ്പം ടേബിൾ എന്താന്ന് മനസ്സിലായി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലീഷിന് ചോദിച്ചൊരു ചോദ്യമാണ്, DI ക്വസ്റ്റ്യൻ ആണിത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the average number of laptops sold by store C in February, March and April together? സ്റ്റോർ C യുടേത് ഏതൊക്കെയാ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇതിന്റെ മൂന്നിന്റെയും ആവറേജ് കാണാൻ. ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്, എന്തിന്റെയാണോ വേണ്ടത് അത്രയുടെയും സം എടുക്കുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. സോ ഇത് മൂന്ന് നമ്മൾ ആഡ് ചെയ്യണം. 556, 470, 324. സോ ആഡ് ചെയ്തേ. 10, 6, 13, 15, then 9, 10, 1350 വരും. മൂന്നും കൂടെ ആഡ് ചെയ്താൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 എണ്ണമാണ്. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. സോ 450. ആവറേജ് എത്ര വന്നേ, 450. സോ ഓപ്ഷൻ B ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, number of laptops sold by store D in February and May together is approximately -% more than that by store B in January and March together. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലായാലും ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പെർസെന്റേജ് മോർ. 2 കാര്യങ്ങൾ തന്നിട്ട്, അതായത് ഇങ്ങനെ ഒരു ചോദ്യം വരും, A is what percent more than B. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം, അല്ലെങ്കിൽ വാട്ട് പെർസെന്റ് ലെസ്. അങ്ങനെ 2 ചോദ്യങ്ങൾ മിക്കപ്പോഴും DIയിലത് കാണും. ഓക്കെ, സോ നോക്കിയേ. അപ്പൊ ഇവിടെ എന്താ, ഏറെ സ്ഥാനത്താണ് ഇവിടെ ഒരു കാര്യം പറയുന്നത്, നമ്പർ ഓഫ് ലാപ്ടോപ്പ് സോൾഡ് ബൈ സ്റ്റോർ D ഇൻ ഫെബ്രുവരി ആൻഡ് മേ ടുഗദർ. അതാണ് A. അതപ്പോ നമ്മൾ നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുക. B എന്ന് പറഞ്ഞത് സ്റ്റോർ B ഇൻ ജാനുവരി ആൻഡ് മാർച്ച് ടുഗദർ. അത് നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പെർസെന്റേജ് മോർ കണ്ടുപിടിക്കാൻ എന്താ ഒരു എളുപ്പ മാർഗമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പെർസെന്റേജ് മോർ, ഞാൻ പറഞ്ഞ 2 വാല്യൂസ് വന്നിട്ട് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് ചോദിക്കത്തുള്ളൂ. സോ പെർസെന്റേജ് മോർ ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. താഴെ എന്താ, സ്മോളർ നമ്പർ കൊടുക്കുക, ഇൻറ്റു 100. ഒരു ചെറിയ നമ്പറിനെ നോക്കിയിട്ടല്ല നമുക്ക് ചോദിക്കാൻ പറ്റൂ അതിനെക്കാട്ടിൽ എത്ര കൂടുതലാണെന്ന്. സോ ബേസ് എന്ന് പറയുന്നത് ആ സ്മോൾ നമ്പർ ആയിരിക്കും എപ്പോഴും. ഓക്കെ, സോ പെർസെന്റേജ് മോർ വെച്ചാൽ ഡിഫറൻസ് എടുക്കുന്നു, ആ 2 എണ്ണത്തിൽ ഏതാണോ ചെറിയ നമ്പർ അത് കൊടുക്കുക, ഇൻറ്റു 100. ഇനി പെർസെന്റേജ് ലെസ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഡിഫറൻസ് എടുക്കുക,
ബൈ ലാർജർ നമ്പർ ഇൻറ്റു 100 കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഏതാ? പെർസെൻറ്റേജ് മോർ. അപ്പൊ നമുക്കത് ചെയ്യാം. ഇപ്പൊ എ ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ബി അല്ലെ? എയുടെ സ്ഥാനത്ത് എന്താ ചോദിച്ചേക്കുന്നത്? നമ്പർ ഓഫ് ലാപ്ടോപ്പ് സോൾഡ് ബൈ സ്റ്റോർ ഡി ഇൻ ഫെബ്രുവരി ആൻഡ് മെയ്. ഫെബ്രുവരി മെയ് അല്ലെ? ദാറ്റ് ഈസ് 360യും 306ഉം കൂടെ ആഡ് ചെയ്യുക. 360യും 306ഉം അല്ലെ? 666. അപ്പൊ എ കിട്ടി 666. ഇനിയും ബി കണ്ടുപിടിക്കാം. ബി എന്താ? is more than that store B in January and March. B ആണ് വേണ്ടത്. ജാനുവരിയും മാർച്ചും അല്ലെ? ജാനുവരിയും മാർച്ചും. ഓക്കെ, ജാനുവരിയും മാർച്ചും അല്ലെ? ബി സ്റ്റോർ ബിയുടെ ജാനുവരിയും മാർച്ചും, അതായത് 312ഉം 336ഉം 8 4 640. അങ്ങനെ ബിയും കിട്ടി, എയും ബിയും കിട്ടി അല്ലെ? ഇനിയും പെർസെന്റേജ് മോർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പെർസെന്റേജ് മോർ എന്ത് ചെയ്യണം? ഇവരുടെ ഡിഫറൻസ് 660 മൈനസ് 648 ബൈ ഇതിലെ ചെറുത് ഏതാ? പെർസെന്റേജ് മോർ ആകുമ്പോൾ ചെറുതാണ് നമ്മൾ താഴെ എടുക്കേണ്ടത്. സോ 648 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? സോ ഡിഫറൻസ് എടുത്തേ. 18 ഇൻറ്റു 100 18 ബൈ 648. ക്ലിയർ അല്ലേ? ഇനി അത് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1800 ഇൻറ്റു ഒരു 100 ഉണ്ട്. ആ 100 ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 18. ഓക്കെ, ദെൻ ബൈ 648. ഇനി ഡിവൈഡ് ചെയ്തേ. എന്തുവരും? 1800 ഡിവൈഡ് ബൈ 648. ഓക്കെ, എന്താ? 648 ഇൻറ്റു 3 ചെയ്താൽ എന്തായാലും 18 കഴിഞ്ഞു വരും അല്ലെ? അപ്പൊ അതാണെങ്കിൽ 2 എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലെ? നിങ്ങൾ ചെയ്ത് നോക്കി. 24 2 ഇവിടെ 14 വന്നു, 19 ആയി അല്ലെ? സോ അതിന് തൊട്ട് പുറകിലായിരിക്കും. ദാറ്റ് ഈസ് 2. നിങ്ങൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കിയൊക്കെ എഴുതുന്നതിന് മുന്നേ തന്നെ ഓപ്ഷനിലൊന്ന് നോക്കിയേ. 2 തുടങ്ങുന്ന രണ്ടെണ്ണോട് അല്ലെ? ഒരെണ്ണേ ഉള്ളാതെ നമുക്ക് അവിടെ വെച്ച് നിർത്തായിരുന്നു അല്ലെ? അപ്പൊ ഇത് രണ്ടും അല്ല. ഇനി ഒന്നേ 2.18 2.78 അല്ലെ? സോ 2 എടുത്ത് ഇനി ഏതാ ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് വേണ്ടത് 648 ഇൻറ്റു 2 ആണ് അല്ലെ? 16 9 1 2 9 6. ഓക്കെ, 4 വന്നു, 9 7 5040 അല്ലെ? 2 പോയിന്റ് ഏതാ വരുന്നത്? ഇനി നോക്കിയേ, ചെയ്യേണ്ട ആവശ്യമില്ല. 2.1 എന്തായാലും വരത്തില്ല അല്ലെ? 648 ഇൻറ്റു 7 ആ വരുന്നത്. 7 വന്നാലാണ് എന്താണ്? 48 വരും. 48 കഴിഞ്ഞിട്ട് വരാം അല്ലെ? ഇപ്പൊ 2.1 അല്ല വരുന്നത്, എന്തായാലും 2.6 സംതിങ് എന്നോ 2.7 സംതിങ് എന്നോ ആയിരിക്കും വരുന്നത്. സോ ആൻസർ ഏതാണ്? 2.78. ക്ലിയർ അല്ലേ? 2.78. മനസ്സിലായോ? അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എപ്പോഴും നിങ്ങൾ ഇത് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷനും കൂടെ നോക്കിയോ. ഫുൾ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതിന് തന്നെ ഓപ്ഷൻസ് നോക്കിക്കോളുക. ഇപ്പൊ നമ്മൾ ആദ്യം 2 കിട്ടി, ആ സമയത്ത് ഒരെണ്ണ ഉള്ളെങ്കിൽ നമുക്ക് അതെടുക്കാം. ഇവിടെ 2 എണ്ണം ഉണ്ടാണ്, നമ്മൾ അടുത്തത് നോക്കിപ്പോ. അടുത്തത് നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 1 വരും, ഒന്നീ 1 വരിക അല്ലെങ്കിൽ 7 വരിക അല്ലെ? ഇപ്പൊ 1 എന്തായാലും വരത്തില്ലെന്നറിയാം. അപ്പൊ 7 നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 42 സംതിങ് ആണ്. സോ റിമൈൻഡിങ് ഒക്കെ വന്ന് 50ക്ക് അകത്ത് വരും അല്ലെ? സോ 2.78 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ സ്റ്റോർ എ number of laptops sold in May is approximately -% of that in March. ഓക്കെ, അപ്പൊ നമ്മൾ പെർസെന്റേജ് മോർ പെർസെന്റേജ് ലെസ് പറഞ്ഞു. അതേപോലെ തന്നെ ഉള്ളതാണ് എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ബി. എ ബിയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ അതങ്ങനെ ചെയ്താൽ മതി. എ ബൈ ബി ഇൻറ്റു 100. അതായത് എ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിക്കുക, എന്നിട്ട് എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് എ ബൈ ബി ഇൻറ്റു 100. ഓക്കെ, സോ ഇവിടെ ചോദിക്കുന്നത് സ്റ്റോർ എയുടെ നമ്പർ ഓഫ് ലാപ്ടോപ്സ് ഇൻ മേ, അതാണ് എ എന്ന് പറയുന്നത്. അതായത് ഈ ഞാൻ ഉദ്ദേശിച്ചേ. ഓക്കെ, അത് അപ്രോക്സിമേറ്റ്ലി -% ഓഫ് ദാറ്റ് ഇൻ മാർച്ച്, അതായത് സ്റ്റോർ എയുടെ മാർച്ചിലുള്ളത്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ ആദ്യം കണ്ടുപിടിച്ച് എന്താണ്? എ എന്ന് പറഞ്ഞ സ്റ്റോറിലെ നമ്പർ ഓഫ് ലാപ്ടോപ്പ് സോൾഡ് ഇൻ മേ അതെത്ര? 408. സോ ഇത് 408 ആണ്. ദെൻ നമ്മുടെ ബി എന്ന് പറയുന്നത് ഏതാണ്? ഓഫ് ദാറ്റ് ഇൻ മാർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോർ എയുടെ തന്നെ മാർച്ചില് അതെത്രയാണ്? 440 ആണ്. അപ്പൊ ബി 440. ഇനി ചോദ്യം ഇത്രേ ഉള്ളൂ. 408 ഈസ് വാട്ട് പെർസെന്റ് ഓഫ് 440.
സോ നമുക്ക് എന്ത് എഴുതാം 408/440 into 100. ഓക്കെ, സോൾവ് ചെയ്തേ. സോ 40 ഒരു സീറോയും ഒരു സീറോയും കൂടെ കട്ടായി പോയി 4080/44. ഓക്കെ, ഇനി 4 വശം ഒന്ന് കട്ട് ചെയ്താല് 1020/11. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 1020 ഡിവൈഡ് ബൈ 11, അത് 9 വരും അല്ലെ, 99. നിങ്ങൾ നോക്കിക്കോണം, 9 തുടങ്ങുന്ന എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലെ. നമ്മൾ ഇത് രണ്ടും വെട്ടിയേ. ഇനി നോക്ക് 99, then 99 into 3 ആണ് അല്ലെ, 30 വന്നാൽ ഇവിടെ 92. ഓപ്ഷൻ നോക്കിയേ, 92 തുടങ്ങുന്ന ഒരെണ്ണം അല്ലെ, 92.73. അപ്പൊ ഇനി ബാക്കിയൊന്നും ചെയ്യണ്ട. സോ ഓപ്ഷൻ സി 92.73. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If M is the number of laptops sold by store B and store D together in March, and N is the number of laptops sold by store A and store E together in January, then M minus N. എന്താണ് M എന്ന് പറയുന്നത്? number of laptops sold by B and D together. B and D in March. ഓക്കെ, മാർച്ചിലുള്ള ബിയും ഡിയുടെയും. ഇനി N എന്ന് പറയുന്നത് number of laptops sold by store A and E in January. A and E in January. അങ്ങനാണെങ്കിൽ M minus N കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഫസ്റ്റ് M കണ്ടുപിടിച്ചേ. എന്താ? മാർച്ചിലുള്ള ഏതൊക്കെയാ? ബിയും ഡിയും. ഓക്കെ, മാർച്ചിലുള്ളത് ബിയും ദെൻ ഡിയും. അതായത് 336 plus 530. ഓക്കെ, സോ 866 വരും. ഇനി അടുത്ത ഏതാ? N എന്ന് പറയുന്നത് A and E in January. ഓക്കെ, സ്റ്റോർ ജാനുവരിയിലുള്ള എയുടെയും ഇയുടെയും 430യും 420യും എന്ന് പറയുമ്പോൾ 850. ഓക്കെ, അപ്പൊ എന്നും കിട്ടി, രണ്ടും കൂടെ ആഡ് ചെയ്തു. സോ ഡിഫറൻസ് എടുക്കാം. ഓക്കെ, 6 1 16. എത്ര വരും ആൻസർ? 16. ഓപ്ഷൻ എ 16. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതിൽ എടുക്കുന്നതിലിരിക്കും, അതായത് ശ്രദ്ധിച്ച് എടുത്തില്ലെങ്കിലാണ് അവിടെ മിസ്റ്റേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of laptops sold in all 5 months is more than 2000 for exactly dash stores. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തതിൽ കുറച്ച് കാൽക്കുലേഷൻ കൂടുതൽ, അതായത് കുറെ നമുക്ക് അഡീഷൻ ചെയ്യാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ വരുന്നുള്ളൂ. അതും സിമ്പിൾ ആണ്, കാൽക്കുലേഷൻ ചെയ്യാനുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്താണ്? ഈ എല്ലാ സ്റ്റോറും എടുത്താൽ എത്ര സ്റ്റോറിലാണ് എല്ലാ മാസത്തെ ലാപ്ടോപ്പിന്റെ സെയിൽ നോക്കിയാൽ 2000-നേക്കാട്ടിൽ കൂടുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം സ്റ്റോർ എയിലെ ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എല്ലാ മാസത്തെയും കൂടെ നമ്മൾ ഇത്രയും കൂടെ ആഡ് ചെയ്യണം അല്ലെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് 2000-നേക്കാട്ടി കൂടുതലാണോ കുറവാണോ നമ്മൾ നോക്കണം. 2000 കൂടുതലാണെങ്കിൽ നമ്മൾ അത് എണ്ണണം. ഏതൊക്കെ സ്റ്റോർ, ഇപ്പൊ A B C D അങ്ങനെ ഓരോ സ്റ്റോറിന്റെയും ടോട്ടൽ എടുത്തിട്ട് അത് എത്ര എണ്ണമാണ് 2000-നേക്കാട്ടി കൂടുതൽ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പല രീതിയിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഒന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ഇപ്പൊ ഈ ഒരു ഇത് 430 376 440 ആണല്ലേ, അപ്പൊ 400 സംതിങ് എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ എന്താ? ഇത് 400, ഇതും 400, ഇതും 400 അല്ലെ. അപ്പൊ എത്ര വന്നു? 1200 ആയി. 400 എന്ന് മാത്രം എടുക്കുമ്പോ. ഓക്കെ, 400 400 400 പിന്നെ 2 300 എന്ന് പറയുമ്പോൾ 600 ആയി. ഓക്കെ, ദാറ്റ് ഈസ് 1800. ഇനി ബാക്കി ആഡ് ചെയ്തേ. ഏതാ? 30 76. അതും മൈൻഡിൽ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ്ട് ഇവിടെ ഒരു 100 എടുക്കാം, ഇവിടെ ഒരു 80 എടുക്കാം. അപ്പോഴും 180 സംതിങ് ആയിട്ടുള്ളൂ അല്ലെ. 180 കറക്റ്റ് എക്സാക്ട് വരാൻ 186 അങ്ങനെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് എന്താ ആ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് 30 76 40 46 8 അപ്രോക്സിമേറ്റ്ലി ആ ഒരു 1000. ജസ്റ്റ് എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ തെറ്റരുത്. ചിലതൊക്കെ ഒരു 2000 സംതിങ് ഒന്ന് കഴിഞ്ഞു വരും, ഒന്ന് പുറകെ നിൽക്കും. അപ്പൊ അത് തെറ്റിപ്പോവരുത്. ഓക്കെ, സോ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? ഇപ്പൊ 6 8 12 20 2 5 10 18 22 കണ്ടോ? എക്സാക്ട് കറക്റ്റ് 2000. കറക്റ്റ് നമുക്ക് 2000 വരുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്ന മോർ ദാൻ 2000, 2000-നേക്കാട്ടി കൂടുതലായിട്ട് എത്രയാണ് അപ്പൊ ഇത് നമുക്ക് 2000 കിട്ടി. ഓക്കെ, അടുത്ത ബി എന്ന് പറഞ്ഞ സ്റ്റോറിലെയോ എത്രയാണ്?
312, 506, 336, 380, 366. Okay, 18, 22, 3, 6, 12, 22, 5, 10, 16, 16 plus 3, 90, 1900. അപ്പൊ അത് വരുന്നില്ല. Then C, 370, 556, 470, 324, 460. Okay, 10, 14, 15, 20, 28, 2, 5, 10, 14, 17, 21, 2180. ഓക്കെ, അപ്പോൾ സ്റ്റോർ സി മോർ ദാൻ 2000 ആയി, ഒരെണ്ണമായി. ദെൻ ഡി, അപ്പൊ നമ്മളുടെ ഡി നമ്മളിപ്പോ ചെയ്തതിൽ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് മോർ ദാൻ 2000, മറ്റേത് 2000 1900 ആണ്. ദെൻ ഡി ചെയ്താല് 428, 360, 530, 356, 306. ഓക്കെ, 428, 360, 530, 356, 306. Okay. So 12, 22, 4, 10, 13, 18, 7, 8, 8 plus 8, 16, 16 plus 3, 9, 1980 ആണ്. അപ്പൊ ഡി യു ഇല്ല. ഇനി ഇപ്പൊ അടുത്തത് നമുക്ക് ചെയ്ത് നോക്കണ്ട, കാരണം നമ്മൾക്ക് ഒന്നെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. 2, 3, 4, 5 ആണുള്ളത്. സോ ആൻസർ 2 ആയിരിക്കും. ആ ഇ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഇപ്പം 800 വരുന്നുണ്ട്, ദെൻ 500, 1600, പിന്നെ ബാക്കി എല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് എത്ര 2000 മേളിൽ വരും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2 സ്റ്റോഴ്സ് ആണ് ആൻസർ. അപ്പൊ ഇന്ന് ചെയ്ത ഡി ഐ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള ഡി ഐ ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നെറ്റ് JRF വിക്ടറി ബാച്ച് കഴിഞ്ഞ തവണത്തെ വിജയികളാണിത്. അപ്പൊ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ആവാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഈ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now CC Learning app.